നമ്മൾ പൊളിറ്റിക്സിനെ കുറിച്ചും ഫൈനാൻസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ പല സമയങ്ങളിലും കോർപ്പറേറ്റ് കമ്പനികളുടെ നെഗറ്റീവ് സൈഡുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ ഗ്രീഡിൻ്റെ ഭാഗമായിട്ട് ലോകത്തെ നശിപ്പിക്കുന്നത്, ലോകത്ത് ഒരു റിച്ച് പുവർ ഡിവൈഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഇന്ത്യൻ കമ്പനികളെക്കുറിച്ചും ഫോറിൻ കമ്പനികളെക്കുറിച്ചൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരം ചർച്ചകളിൽ അത്തരത്തിലുള്ള കമ്പനികളുടെ ഗണത്തിൽ നമ്മൾ ഒരിക്കലും കേൾക്കാത്ത ഒരു പേരാണ് ടാറ്റ എന്ന കമ്പനിയുടെ പേര്. ഓരോ ഇന്ത്യക്കാരൻ്റെയും നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു കമ്പനിയാണ് ടാറ്റ എന്ന് നമുക്ക് കാണാം. നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ്, നമ്മൾ കുടിക്കുന്ന ചായ, നമ്മളുടെ വീട് പണിതിരിക്കുന്ന ഉപകരണങ്ങൾ, നമ്മുടെ ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ പല സ്ഥലങ്ങളിലും ടാറ്റയുടെ പ്രോഡക്റ്റുകൾ കടന്നു വരുന്നത് നമുക്ക് കാണാം. സോ ടാറ്റയേക്കാൾ ലാഭമുണ്ടാക്കുന്ന, ടാറ്റയേക്കാൾ വലുതായി മാറിയ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഒരു ഇന്ത്യൻ കമ്പനി എന്ന് നമ്മൾ പലപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്ന ടാറ്റ എങ്ങനെയാണ് വളർന്ന് ഇന്നത്തെ രീതിയിലെത്തിയത് എന്നുള്ളത് വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആ ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ടാറ്റ പോലെയുള്ള കമ്പനികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ എക്കോണമിയുടെ വളർച്ചയ്ക്ക് സഹായകരമാവും എന്ന് നമുക്കറിയാം. ഇന്ത്യൻ എക്കോണമി അടുത്ത കാലഘട്ടങ്ങളിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. സോ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ എക്കോണമിയിൽ മാസാമാസം 2000 രൂപ പോലെയുള്ള ചെറിയ തുകകൾ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു നല്ല അവസരം വന്നിരിക്കുകയാണ്. ടാറ്റ AIA അവരുടെ ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടിൻ്റെ ഒരു NFO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ മാസം 31-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. അപ്പോൾ ഈ ഫണ്ട് സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, ലാർജ് ക്യാപ് കമ്പനികളിൽ എക്സ്പോഷറുള്ള ഒരു ഓൾ ഇൻ വൺ ഇക്വിറ്റി ഫണ്ടാണ്. മാർക്കറ്റ് സൈക്കിളിനനുസരിച്ചിട്ടാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് കമ്പനികളിലും, മാർക്കറ്റ് മോശം രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ ലാർജ് ക്യാപ് കമ്പനികളിലും നിങ്ങളുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇനി ടാറ്റയുടെ പല ഫണ്ടുകളും ലോങ് ടൈമിൽ 26% പോലെയുള്ള ഹൈ റിട്ടേൺസ് നൽകുന്നത് നമുക്ക് കാണാം. ടാറ്റ AIAയുടെ കീഴിലുള്ള മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ കഴിഞ്ഞ 5, 7, 10 വർഷങ്ങളിലൊക്കെ ബെഞ്ച് മാർക്ക് റിട്ടേണുകളെ ബീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇനി ഇവർ തന്നെ 2022 ഡിസംബറിൽ ആരംഭിച്ച ടാറ്റ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, അതുപോലെ 2023 ജൂലൈയിൽ ആരംഭിച്ച സ്മോൾ ക്യാപ് ഡിസ്കവറി ഫണ്ട് എന്നിവയ്ക്ക് യഥാക്രമം 48.7%, 26.5% റിട്ടേൺസ് വന്നിരിക്കുന്നത് കാണാം. ഇനി ഇതോടൊപ്പം NRI സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ മാസം ഒരു 18,000 രൂപയൊക്കെ ഇവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ 3 കോടിയുടെ വരെ റിട്ടേൺസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. സോ ഈ ഒരു NFOയുടെ നിലവിലത്തെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. 1840-കളിൽ ഗുജറാത്തിലെ ഒരു വലിയ പാഴ്സി പ്രീസ്റ്റ് ഫാമിലിയിൽ നിന്നും ഒരാൾ അദ്ദേഹത്തിൻ്റെ ചെറിയ കുടുംബത്തോടൊപ്പം ബോംബെയിലേക്ക് മാറി താമസിക്കുകയാണ്. കോട്ടൺ എക്സ്പോർട്ട് ബിസിനസ് നടത്തുക എന്നുള്ളതായിരുന്നു ആ ഒരു യാത്രയുടെ ലക്ഷ്യം. ആ ഒരു കോട്ടൺ എക്സ്പോർട്ട് ബിസിനസ്സിലൂടെ മോശമല്ലാത്തൊരു ലാഭം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വലിയ ഭാഗം ഇദ്ദേഹം തൻ്റെ മകന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുകയാണ്. ഈ മകനാണ് ജംഷഡ്ജി ടാറ്റ. ഇദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് തന്നെ നല്ല രീതിയിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയി മാറിയ ജംഷഡ്ജി ടാറ്റ വളർന്നു വലുതാകുമ്പോൾ പിതാവിനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളിൽ സഹായിക്കുന്നുണ്ട്. 1860-കളിൽ ഈ കോട്ടൺ എക്സ്പോർട്ട് ബിസിനസ് വലിയ രീതിയിൽ ബൂം ചെയ്യാണ്. അതിന് കാരണം അമേരിക്കയിൽ സിവിൽ വാർ നടക്കുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള ചീപ്പ് കോട്ടൺ ലോകത്തിൻ്റെ ഒരു ഭാഗത്തേക്കും എത്തുന്നില്ല. അങ്ങനെ ബ്രിട്ടീഷ് എംപയറിന് ആവശ്യമായിട്ടുള്ള 90% കോട്ടണും ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുകയും ഈ ജംഷഡ്ജി ടാറ്റയുടെ ബിസിനസ് വളരെ വലിയ രീതിയിൽ ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ ബിസിനസ്സിൻ്റെ ബ്രാഞ്ചുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഹോങ്കോങ്, ചൈന, ജപ്പാൻ, യൂറോപ്പ്, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലേക്ക് യാത്രകൾ നടത്തുന്നു. അപ്പോൾ ഈ യാത്രകളുടെ ഭാഗമായി തൻ്റെ ബിസിനസ്സിൻ്റെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ മാത്രമല്ല അദ്ദേഹത്തിന് സാധിക്കുന്നത്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള അറിവുകൾ ലഭിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ഈ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തുടങ്ങാൻ കഴിയുന്ന ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് കോട്ടൺ ബിസിനസ് തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. കാരണം ഇന്ത്യയിൽ ധാരാളം കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോട്ടൺ ഇന്ത്യയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി ചെയ്യാൻ സാധിക്കും. കാരണം ഇന്ത്യയിൽ വലിയ തുറമുഖങ്ങളുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ ധാരാളം പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള കോട്ടൺ മില്ലുകളിൽ ജോലി ചെയ്യാൻ ധാരാളം തൊഴിലാളികളെയും ലഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് 10-15 ചെറുതും വലുതുമായിട്ടുള്ള കോട്ടൺ മില്ലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മില്ലുകളുടെയൊക്കെ പ്രത്യേകത പ്രിമിറ്റീവ് രീതിയിൽ, പുരാതന രീതിയിലായിരുന്നു ഈ മില്ലുകളിൽ കോട്ടൺ പ്രൊഡക്ഷൻ നടത്തിയിരുന്നത്, അല്ലെങ്കിൽ തുണികളുടെയൊക്കെ പ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ളത് കൊണ്ട് മോഡേൺ മെഷീനറി ഉപയോഗിച്ച് എങ്ങനെ ഹൈ വോളിയം പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കും എന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. സോ ആ രീതിയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ മോഡേൺ മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോട്ടൺ മില്ല് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പദ്ധതി ഇടുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ അറിയാവുന്ന ആളുകളെല്ലാം വിചാരിച്ചത് ഇദ്ദേഹം ഈ മില്ല് തുടങ്ങാൻ പോകുന്നത് ബോംബെയിലാണ് എന്നാണ്. കാരണം ബോംബെയിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യാൻ, തുറമുഖങ്ങളിലൂടെ എക്സ്പോർട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത്.
പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ ഫാക്ടറി തുടങ്ങാൻ തീരുമാനിക്കുന്നത് ബോംബെയിൽ നിന്നും 800 കിലോമീറ്റർ അകലെയുള്ള നാഗ്പൂരിലാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഈ മില്ലിന് വേണ്ടിയിട്ട് ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ പല ബാങ്കുകളും ഇദ്ദേഹത്തിൻ്റെ ലോൺ പോലും നിരസിക്കുകയാണ്. അപ്പോൾ ഇവിടെ മറ്റ് പലർക്കും അറിയാത്ത ഒരു കാര്യം, വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചതിൽ നിന്നും ജംഷഡ്ജി ടാറ്റയ്ക്ക് അറിയാമായിരുന്നു റെയിൽവേ ഉപയോഗിച്ചുകൊണ്ട്, ട്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൃത്യമായ ചരക്ക് ഗതാഗതം നടത്താമെന്ന് ഇദ്ദേഹം കണ്ടു മനസ്സിലാക്കിയിരുന്നു. ഇന്ത്യയിൽ ആ ഒരു കാലഘട്ടത്തിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രമല്ല, നാഗ്പൂർ ധാരാളം കോട്ടൺ കൃഷി ചെയ്യുന്നൊരു സ്ഥലമായതുകൊണ്ട് റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കോട്ടൺ മില്ലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ധാരാളം കൽക്കരിയുടെ, എനർജിയുടെ ആവശ്യമുണ്ട്. സോ നാഗ്പൂരിൻ്റെ അടുത്തുള്ള കോൾ മൈനുകളിൽ നിന്നും കൽക്കരി അവൈലബിൾ ആണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. സോ ഈ പ്ലാനുകളുടെ എല്ലാം ഭാഗമായി 1877 നാഗ്പൂരിൽ അദ്ദേഹം എംപ്രസ് മിൽ എന്ന ഒരു ആധുനിക കോട്ടൺ മില്ല് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഈ കോട്ടൺ മില്ല് സ്ഥാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹം നിരീക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മില്ലിലെ ജോലിക്കാരെല്ലാം ചെറിയ കാരണങ്ങൾ പറഞ്ഞ് അവധിയെടുത്ത് ജോലിക്ക് വരാതിരിക്കുകയാണ്. പലരും വളരെ ലേസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇദ്ദേഹത്തിന് തോന്നുന്നു. ഒരു ദിവസം പോലും 100% അറ്റൻഡൻസോടുകൂടി ഈ മില്ല് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ ജംഷഡ്ജി ടാറ്റ മുന്നോട്ട് പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് ആരംഭിക്കുകയാണ്. ഈ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പെൻഷൻ പറ്റുക അല്ലെങ്കിൽ റിട്ടയർ ആയി കഴിഞ്ഞാലും അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊവിഡൻറ്റ് ഫണ്ട് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി ആരംഭിക്കുന്നത്. അതായത് ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം പറ്റിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് ആരംഭിക്കുന്നു. മാത്രമല്ല, ഈ തൊഴിലാളികളുടെ ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ടും അവരുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫാമിലി ഡേ പോലെയുള്ള ഫംഗ്ഷൻസ് ഓർഗനൈസ് ചെയ്യുന്നു, അവരുടെ ഇടയിൽ മത്സരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു, ഇവർക്ക് സമ്മാനം കൊടുക്കുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഈ കമ്പനിയുടെ ഇടയിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം തോന്നും, എല്ലാ കമ്പനികളും ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇത്, എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, 1880-കളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ലോകത്ത് അടിമത്തം നിലനിൽക്കുന്ന, ഇന്ത്യയിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. തൊഴിലാളികൾക്കൊന്നും വലിയ അവകാശങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും ഫിലാന്ത്രോപ്പിക് ആയിട്ടുള്ള ഒരു മൂവ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവുന്നതെന്ന് മാത്രമല്ല, അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുകയും അതിൻ്റെ ഭാഗമായി കമ്പനിയുടെ ലാഭം വർദ്ധിക്കുകയും ഈ ലാഭം വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയീസിന് വീണ്ടും ബെനിഫിറ്റ് കൊടുക്കാൻ സാധിക്കുകയും അങ്ങനെ ഈ ടാറ്റ എന്ന കമ്പനിക്ക് വളരെ വലിയ രീതിയിൽ വളരാൻ സാധിക്കുകയും ചെയ്യുന്നു. സോ ബിസിനസ് എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മാർഗ്ഗമാണെന്ന് വിശ്വസിക്കുന്ന ഇന്നത്തെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് മുമ്പിൽ ഇതുപോലെയുള്ള വലിയ മാതൃകകൾ മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് ടാറ്റ എന്ന കമ്പനി മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചതുകൊണ്ട് ജംഷഡ്ജി ടാറ്റയ്ക്ക് ഒരുപാട് ഡ്രീം പ്രൊജക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 4 പ്രൊജക്റ്റുകൾ, ഒന്ന്, അദ്ദേഹം ജർമ്മനിയിലേക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കണ്ടതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഒരു സ്റ്റീൽ പ്ലാന്റ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ കാനഡയിലെ നയാഗ്ര ഫോൾസ് സന്ദർശിച്ചപ്പോൾ അവിടുത്തെ പവർ പ്ലാന്റ് കണ്ടതിൻ്റെ ഭാഗമായി ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ ടൂറിസം മേഖല വളരുന്നതിന് വേണ്ടി ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം എത്രത്തോളമാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ആരംഭിക്കണമെന്നും അദ്ദേഹം പദ്ധതിയിടുന്നു. സോ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുടങ്ങി വെക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രൊജക്റ്റ് മാത്രമേ തൻ്റെ ജീവിതകാലത്തിന് മുന്നേ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. 1903 ബോംബെയിൽ, അന്നത്തെ ഇന്ത്യയിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിക്കപ്പെട്ടിട്ടുള്ള ഹോട്ടൽ, നമ്മൾ ഇന്ന് താജ് ഹോട്ടൽ എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന താജ് മഹൽ പാലസ് ഹോട്ടലായിരുന്നു അത്. സോ ഇന്ത്യയുടെ ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുകയും നമ്മുടെ അഭിമാനമായി നിലകൊള്ളുകയും ചെയ്യുന്ന താജ് ഹോട്ടൽ പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ദൊരാബ്ജി ടാറ്റയും രത്തൻജി ടാറ്റയും ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവർ അവരുടെ ഷെയറുകളെല്ലാം കൂട്ടിവെച്ച് 1917 ദ ടാറ്റ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇന്നത്തെ ടാറ്റ ഗ്രൂപ്പ് കമ്പനികളുടെ എല്ലാം പേരന്റ് കമ്പനി ആരംഭിക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. ഈ കമ്പനിയുടെ മേജർ ഷെയറുകളും ഹോൾഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളല്ല, മറിച്ച് ടാറ്റയുടെ കീഴിലുള്ള വിവിധ ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ കയ്യിലാണ് ഈ ടാറ്റ സൺസ് എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ മേജർ ഷെയറുകൾ വന്നിരിക്കുന്നത്. സോ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ആക്ടിവിറ്റീസുമായിട്ട് കൂടി മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ കമ്പനി മുന്നോട്ട് പോകുന്നു. 1910 ജംഷഡ്ജി ടാറ്റയുടെ ആഗ്രഹം പോലെ ഇവരൊരു സ്റ്റീൽ പ്ലാന്റ് ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് ടാറ്റ സ്റ്റീൽ കമ്പനി ആരംഭിക്കുന്നത്. ഈ കമ്പനിക്കും വരുന്ന കാലങ്ങളിൽ വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നു. കാരണം 1ാം ലോക മഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് എംപയറിന് ആവശ്യമായിട്ടുള്ള സ്റ്റീലിൻ്റെ ഭൂരിഭാഗവും സപ്ലൈ ചെയ്യുന്നത് ഈ ടാറ്റ സ്റ്റീൽ കമ്പനിയാണ്. എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാരെ ആ യുദ്ധത്തിൽ ടാറ്റ സ്റ്റീലിന് നല്ല രീതിയിൽ സഹായിക്കാനും കഴിയുന്നുണ്ട്. യുദ്ധത്തിന് ശേഷം ഒരു ബ്രിട്ടീഷ് ആർമി ഓഫീസർ പറഞ്ഞത് ടാറ്റ സ്റ്റീൽ സേവ്ഡ് അസ് എന്നാണ്. ടാറ്റ സ്റ്റീലിന് തങ്ങളെ സംരക്ഷിക്കാൻ സാധിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ടാറ്റ സ്റ്റീലിൻ്റെ പ്രശസ്തി ലോകമെമ്പാടും പിന്നീട് വ്യാപിക്കുന്നുണ്ട്.
മാത്രമല്ല ഈ ഒരു കാലത്ത് ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിൽ 14 കമ്പനികൾ പ്രവർത്തനം ആരംഭിക്കുകയും നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് 1938 ടാറ്റ ഗ്രൂപ്പിന് ഒരു പുതിയ ചെയർമാൻ അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണ്. അദ്ദേഹമാണ് ജഹാംഗീർ ടാറ്റ. എന്നാൽ JRD ടാറ്റ എന്ന പേരിലാണ് അദ്ദേഹം എല്ലാവരുടെ ഇടയിലും അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം ഫ്രാൻസിലാണ് എന്ന് മാത്രമല്ല, ഏവിയേഷൻ ഇൻഡസ്ട്രികളോടും എയർപ്ലെയിനോടും ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് ആദ്യമായി ബ്രിട്ടീഷ് ചാനലിന് മുകളിലൂടെ വിമാനം പറത്തുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ലൈസൻസ്ഡ് എയർലൈൻ പൈലറ്റ് എന്നുള്ള ഖ്യാതി ഇദ്ദേഹം നേടിയെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിൽ ഒരു എയർലൈൻ കമ്പനി, ഒരു വിമാന കമ്പനി ഇദ്ദേഹം ആരംഭിക്കുകയാണ്. ആദ്യകാലത്ത് മെയിൽ സർവീസസ്, അതായത് കത്തുകൾ കൊണ്ടുപോകുന്ന സർവീസ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിൽക്കാലത്ത് പാസഞ്ചർ എയർക്രാഫ്റ്റുകളോടുകൂടി ടാറ്റ എയർലൈൻസ് എന്ന പേരിൽ ഈ കമ്പനി മുന്നോട്ട് പോകുന്നു. അതിനുശേഷം ഈ കമ്പനിയുടെ പേര് ഇന്ത്യൻ എയർലൈൻസ് എന്നായി മാറുകയും ചെയ്യുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് എംപയറിനെയൊക്കെ ഇന്ത്യൻ എയർലൈൻസ് നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ കമ്പനി മുന്നോട്ട് പോകുമ്പോഴാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ എക്കോണമി ഒരു സോഷ്യലിസ്റ്റ് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ബിസിനസ്സുകളെല്ലാം ഗവൺമെൻറ് നാഷണലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എയർലൈൻസിനെയും ഗവൺമെൻറ് നാഷണലൈസ് ചെയ്ത് ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റുന്നു. എന്നാൽ ഇതിനെ JRD ടാറ്റ പിന്നീട് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നേഷൻ ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. എന്ന് മാത്രമല്ല, JRD ടാറ്റ 1977 വരെ ഇന്ത്യൻ എയർലൈൻ്റെ ചെയർമാനായിട്ടും പ്രവർത്തിക്കുന്നു. 1970-80 കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻ കമ്പനികളിൽ ഒന്നായിരുന്നു ഇന്ത്യൻ എയർലൈൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഇന്ത്യൻ എയർലൈൻസ് പോലെയല്ല, വളരെ മികച്ച ഒരു കമ്പനിയായിരുന്നു അത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ടാറ്റ ഗ്രൂപ്പിൻ്റെ വളർച്ചയിലും ഇദ്ദേഹം കൃത്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ പുതിയ കമ്പനികൾ ടാറ്റ ഗ്രൂപ്പ് ആരംഭിക്കുന്നത് നമുക്ക് കാണാം. 1945 ടാറ്റ മോട്ടോഴ്സ് എന്ന പേരിൽ റെയിൽവേയുടെ ലോക്കോമോട്ടീവുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി വരെ ആരംഭിക്കുന്നു. എന്നാൽ പിൽക്കാലത്ത് കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളും ഈ കമ്പനി നിർമ്മിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ 1968 IT മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് TCS എന്ന് പറഞ്ഞുള്ള കമ്പനി ആരംഭിക്കുന്നു. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ആദ്യത്തെ കമ്പനികളിൽ ഒന്നായി TCS മാറിയിരിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ടാറ്റ ഗ്രൂപ്പ് ഒരു ചലഞ്ച് നേരിടുന്നത് നമുക്ക് കാണാം. അതായത് 1969 ഇന്ത്യൻ ഗവൺമെൻറ് മൊണോപോളിസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നുണ്ട്. വലിയ വലിയ ബിസിനസ്സുകളൊക്കെ എല്ലാ കാര്യങ്ങളും അവരുടെ കീഴിലാക്കി ഒരു മൊണോപ്പൊളി ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടാറ്റ ഗ്രൂപ്പിന് പുതിയ കമ്പനികളൊന്നും തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. സോ JRD ടാറ്റയുടെ നേതൃത്വത്തിൽ ഈ ഒരു ഘട്ടത്തെ അവർ അതിജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ കമ്പനികൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിൽ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഈ കമ്പനികളിലെല്ലാമുള്ള ടാറ്റ സൺസ് എന്ന പേരൻറ്റ് കമ്പനിയുടെ ഷെയറിൻ്റെ അളവ് ഇവർ കുറയ്ക്കുകയാണ്. ഇവരുടെ കയ്യിലുള്ള ഷെയറൊക്കെ ഇവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സ്ട്രാറ്റജികളിലൂടെയും JRD ടാറ്റയുടെ നേതൃത്വത്തിൽ ഈ ടാറ്റ ഗ്രൂപ്പിനെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാം. 52 വർഷം ഇദ്ദേഹം ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു. ഈ 52 വർഷങ്ങൾ കൊണ്ട് വെറും 14 കമ്പനികൾ മാത്രമുണ്ടായിരുന്ന ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിൽ 95 കമ്പനികൾ ആരംഭിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്നം കൊടുത്തുകൊണ്ടാണ് JRD ടാറ്റയെ ആദരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ കമ്പനികളിൽ ടാറ്റ സൺസിൻ്റെ ഷെയർ കുറയ്ക്കാനുള്ള ഒരു തീരുമാനം കുറച്ച് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് കാണാം. കാരണം ഇതിൻ്റെ ഓണർഷിപ്പ് മറ്റുള്ള ആളുകളുടെ കയ്യിലേക്ക് പോകുമ്പോൾ പല കമ്പനികളുടെയും പെർഫോമൻസ് മോശമാവുകയും പല കമ്പനികളും നഷ്ടത്തിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 1970-കളിൽ ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലുണ്ടായിരുന്ന നെൽക്കോ എന്ന കമ്പനി വലിയൊരു നഷ്ടത്തിലേക്ക് പോവുകയാണ്. നാഷണൽ റേഡിയോ ആൻഡ് ഇലക്ട്രോണിക് കമ്പനി എന്ന പേരിൽ ഇന്ത്യയിൽ റേഡിയോകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിരുന്നു ഇത്. 1950-കളിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന റേഡിയോകളുടെ ഭൂരിഭാഗവും ഈ ഒരു കമ്പനിയായിരുന്നു ഉൽപ്പാദിപ്പിച്ചിരുന്നത് എങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷം 1970-ൽ ഈ കമ്പനി ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയറിൻ്റെ വെറും 3% മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ ഈ കമ്പനിയെ നഷ്ടത്തിൽ നിന്നും കരകയറ്റുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ തലവനായി പുതിയൊരാളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. ജംഷഡ്ജി ടാറ്റയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ചൈൽഡ് ആയിട്ടുള്ള രത്തൻ ടാറ്റയാണ് ഈ കമ്പനിയുടെ ഹെഡായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഈ കമ്പനിയുടെ ഹെഡായി വരുമ്പോൾ നഷ്ടത്തിൽ നിന്നും കരകയറുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയെ ക്ലോസ് ചെയ്യാനല്ല തീരുമാനിക്കുന്നത്. പകരം പുതിയ ടെക്നോളജികൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയെ വീണ്ടും അദ്ദേഹത്തിൻ്റെ കീഴിൽ റിവൈവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. എന്ന് മാത്രമല്ല, ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള പല കമ്പനികളുടെ ഹെഡായിട്ട് ഇദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്യപ്പെടുകയും ആ കമ്പനികളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവുന്നു, ടാറ്റ ഗ്രൂപ്പിൻ്റെ അടുത്ത മെയിൻ ഹെഡായിട്ട് വരാൻ പോകുന്നത് രത്തൻ ടാറ്റയാണ് എന്ന്. അങ്ങനെ 1991 ടാറ്റ ഗ്രൂപ്പിൻ്റെ എല്ലാം ചെയർമാനായിട്ട് രത്തൻ ടാറ്റ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ രത്തൻ ടാറ്റ കമ്പനിയുടെ ചെയർമാനായി വരുമ്പോൾ ടാറ്റ ഗ്രൂപ്പ് നേരിടുന്നത് മറ്റൊരു ചലഞ്ചാണ്. നമുക്കറിയാം 1990-കളിലാണ് ഇന്ത്യയിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന പേരിലുള്ള ന്യൂ എക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ മാർക്കറ്റ് വിദേശ കമ്പനികൾക്ക് തുറന്നു കൊടുക്കുന്നു. ഇന്ത്യ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാവുന്നു. ഒരുപാട് വിദേശ കമ്പനികൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇന്ത്യൻ കമ്പനികൾക്ക് മുമ്പിൽ വലിയൊരു കോമ്പറ്റീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള പല കമ്പനികളുടെയും ഷെയറുകൾ ഈ പേരൻറ്റ് കമ്പനിയുടെ കയ്യിലില്ല, മറ്റ് കമ്പനികളിലെ മറ്റ് വ്യക്തികളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വിദേശ കമ്പനികളിൽ നിന്ന് കോമ്പറ്റീഷൻ നേരിടുമ്പോൾ അതിനെ മറികടക്കാൻ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ ഈ കമ്പനികളെല്ലാം ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിൽ തന്നെ വരണം. സോ ഈ കമ്പനികളുടെ എല്ലാം ഷെയർ വാങ്ങാൻ ടാറ്റ ഗ്രൂപ്പ് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ഈ ടാറ്റ സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരൻറ്റ് കമ്പനിയുടെ 20% ഷെയറുകൾ ഇവർക്ക് വിറ്റ് കളയേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാലും ഈ കമ്പനികളെല്ലാം ടാറ്റ ഗ്രൂപ്പ് അല്ലെങ്കിൽ മേജർ ഷെയറുകളെല്ലാം ടാറ്റ ഗ്രൂപ്പ് തിരിച്ചു സ്വന്തമാക്കുന്നു. ഇങ്ങനെ എല്ലാ കമ്പനികളുടെയും ഭൂരിഭാഗം ഷെയറുകൾ വീണ്ടും ടാറ്റ സൺസിൻ്റെ കീഴിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ കമ്പനികളെല്ലാം ഇദ്ദേഹത്തിൻ്റെ കീഴിൽ 7 സെക്ടറുകളായിട്ട് തിരിക്കുകയാണ്. 7 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പനികളായിട്ട് 95 കമ്പനികളെ തിരിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് എല്ലാ കമ്പനികളെയും സെക്ടർ വൈസ് ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോഴും വിദേശ കമ്പനികളിൽ നിന്നുള്ള കോമ്പറ്റീഷൻ ഈ ടാറ്റ ഗ്രൂപ്പിലെ കമ്പനികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അദ്ദേഹം ഒരു റിവേഴ്സ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് കാണാം. അതായത് ഏതൊക്കെ കമ്പനികൾക്കാണോ വിദേശ കമ്പനികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ വരുന്നത്, ആ വിദേശ കമ്പനികളെല്ലാം ടാറ്റ ഗ്രൂപ്പ് അക്വയർ ചെയ്യുന്നു. ആ വിദേശ കമ്പനികളെല്ലാം ടാറ്റ ഗ്രൂപ്പ് വാങ്ങാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2000-ൽ ടാറ്റ ടീ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നേരിട്ടുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് കമ്പനിയായിട്ടുള്ള ടെറ്റ്ലി ടീയിൽ നിന്നുമായിരുന്നു. 2000-ൽ ഇദ്ദേഹം ഈ ടെറ്റ്ലി ടീയെ അക്വയർ ചെയ്യുകയാണ്. പിന്നീട് ഈ ഒരു രീതിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 100 കണക്കിന് ഫേമസ് കമ്പനികളെ ടാറ്റ ഗ്രൂപ്പ് അക്വയർ ചെയ്യുന്നത് കാണാം. 2007-ൽ യൂറോപ്പിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റീൽ കമ്പനിയായിരുന്നു കോർ സ്റ്റീൽ എന്ന് പറയുന്നത്. $12 ബില്യൺ ടാറ്റ ഗ്രൂപ്പ് ആ കമ്പനി അക്വയർ ചെയ്തത്. 2008-ൽ ലാൻഡ് റോവർ, ജാഗ്വർ പോലെയുള്ള കമ്പനികളെ $2 ബില്യൺ ഇവർ അക്വയർ ചെയ്യുന്നത് കാണാം. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പനികളെ അക്വയർ ചെയ്യുക മാത്രമല്ല, ടാറ്റയുടെ ഒരു വർക്ക് കൾച്ചർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഈ കമ്പനികളിൽ നിന്നെല്ലാം വലിയ ലാഭം ഉണ്ടാക്കാനും ടാറ്റ ഗ്രൂപ്പിന് കഴിയുന്നുണ്ടെന്ന് നമുക്ക് കാണാം. പക്ഷേ ഈ രീതിയിൽ ഒരു വലിയ കോർപ്പറേറ്റ് ആയിട്ട് വലിയ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയല്ല, ഇവരുടെ കോർ വാല്യൂസിൽ ഉറച്ചു നിൽക്കാനും ടാറ്റയ്ക്ക് സാധിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും 2008-ലാണ് വെറും 1 ലക്ഷം രൂപ മാത്രം വിലയുള്ള നാനോ കാറുകൾ ടാറ്റ നിരത്തിലിറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് രത്തൻ ടാറ്റ പറയുന്നത് 4-5 വർഷങ്ങൾക്ക് മുന്നേ ഒരിക്കൽ അദ്ദേഹം കണ്ട ഒരു കാഴ്ചയാണ്. 4 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബം ഒരു സ്കൂട്ടറിൽ മഴ നനഞ്ഞ് വളരെ പ്രയാസപ്പെട്ടു പോകുന്നത് കണ്ടപ്പോൾ ഇത്തരത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാർ എന്നുള്ള രീതിയിലാണ് വെറും 1 ലക്ഷം രൂപ മാത്രം വിലയുള്ള നാനോ കാർ ഇവർ മാർക്കറ്റിൽ ഇറക്കുന്നത്. എന്നാൽ ഈ ടാറ്റ നാനോ കാർ മാർക്കറ്റിൽ ഒരു വലിയ സക്സസ് ഒന്നും ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ കൂടിയും ഒരു സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ രത്തൻ ടാറ്റയുടെ വാല്യൂ ഈ ടാറ്റ നാനോ കാറിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ രീതിയിലാണ് 4-5 തലമുറകളായിട്ട് ഒരുപാട് ചെയർമാൻമാർ ടാറ്റ ഗ്രൂപ്പിന് മാറി മാറി വന്നിട്ടുണ്ട്. എന്നാൽ 4-5 തലമുറകളിലായിട്ട് ഇത്തരത്തിലുള്ള വലിയ വലിയ ചെയർമാൻമാരുടെ വിഷനറി ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ലെജൻഡറി കമ്പനിയായി മാറാൻ ടാറ്റ ഗ്രൂപ്പിന് സാധിച്ചത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഓരോ തലമുറയിലും പെട്ടിട്ടുള്ള ആളുകൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ തലപ്പത്തേക്ക് വരുമ്പോൾ ലോകത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വ്യത്യസ്തമാണ്. ഇവർ നേരിടുന്ന ചലഞ്ചുകൾ വ്യത്യസ്തമാണ്. ഇവരെടുക്കുന്ന ആക്ഷൻസ് വ്യത്യസ്തമാണ് എന്നൊക്കെ നമുക്ക് കാണാം. എന്നിരുന്നാൽ കൂടിയും കോർ വാല്യൂസ്, ഇവരുടെ ആ ഒരു കോർ വാല്യൂസിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവർക്ക് എല്ലാ കാലത്തും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ഇത് തന്നെയാണ് ഈ ടാറ്റ ഗ്രൂപ്പ് എന്ന കമ്പനിയെ മറ്റ് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടു കൂടി ടാറ്റ ഒരു ഇന്ത്യൻ കമ്പനിയാണ് എന്ന് പറയുന്നതുമെന്നും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ടാറ്റ AIA ലൈഫിൻ്റെ NFOയെ കുറിച്ചുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകൾക്കെല്ലാം പുറമെ ഇൻകം ടാക്സ് സെക്ഷൻ 80C 1010D മുതലായ ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു. മാത്രമല്ല നിങ്ങൾ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിൻ്റെ 120 മടങ്ങിൻ്റെ ഒരു ലൈഫ് കവറേജ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഡിസംബർ 31-ാം തീയതിയാണ് ഈ NFOയുടെ ലാസ്റ്റ് ഡേറ്റ്. സോ ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.